ചിലവരുടെ ഫോട്ടോസ് ഒക്കെ നല്ല ഇതിലൊക്കെ എടുത്തിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. പ്ലേറ്റ് പൊക്കടാ മന്തി കഴിച്ചു ഒരു പിടി അവിടെ നിന്ന് കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കൈവേദന എടുക്കണു. ടയർഡായാ? വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നയനയുടെ 8 month പ്രഗ്നൻസിയുടെ ഫോട്ടോഷൂട്ടാണ്. അങ്ങനെ തന്നെയല്ല പറയാ? അല്ല എനിക്കിത് കണ്ണു കാണാൻ തന്നെ. അപ്പൊ ഞങ്ങളിവിടെ വന്നേക്കണത് സ്നേഹദിനം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വന്നേക്കണത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അധികം ക്രൗഡൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് കേട്ടോ. സ്നേഹദിനം കഴിഞ്ഞിട്ട് എനിക്കിതിന്റെ കേടാന്ന് ചിലവരെങ്കിലും വിചാരിക്കണ്ടാവും. ഞാനും അത് വിചാരിക്കണ്ട. പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് ഞാൻ വന്ന. പിന്നെ എനിക്ക് അങ്ങനെ വേദനയൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ വേദന എടുക്കും. ഇപ്പൊ ഈ വണ്ടിയിൽ ഇരുന്നപ്പോ എനിക്ക് നല്ല വേദന എടുത്തു. ഞങ്ങളിവിടെ എത്തിട്ടോ. പക്ഷെ സഞ്ജുന്റെ കൂട്ടുകാർ അതുവരെ വന്നിട്ടില്ല. അവന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് വേണം ഇനി ഫോട്ടോസ് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഇവര് റീൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ചേട്ടൻ കളിച്ചിട്ട്. അപ്പൊ അതും കൂടി ഒന്ന് കാണണം. വെയിറ്റിംഗ്. ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. പോസ്റ്റായിട്ട് നിൽക്കുക. എന്തിനാ വന്നത് എനിക്ക് പോലും അറിയില്ല. പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ അവള് വീഡിയോ എടുക്കാൻ വരില്ല എന്ന് പറഞ്ഞത് കാരണം കൊണ്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ കയ്യും വെച്ച് വരില്ല. എനിക്കൊരു കംഫർട്ട് ഇല്ലാത്ത പോലെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ബീച്ച് ആയതുകൊണ്ട് വന്നിരിക്കാം. ആദ്യം ഇട്ടാട്ട വരുന്ന ഒരു ചായ പോലും ഇല്ല. കാരണം ബീച്ചിൻ്റെ ഇത് വേറെ ഏതോ ഏരിയ വർക്കരി. അത് എവിടെയല്ലല്ലോ, കോതമംഗലം ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്നേഹതീരത്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ ഫോട്ടോസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സഞ്ചിട്ട് കൂട്ടുകാരൻ പറഞ്ഞു ഈ ഒരു ഏരിയ നൈസാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത്യാവശ്യം ദൂരം കേട്ടോ. ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് സ്നേഹതീരത്തേക്ക് തന്നെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടി ഇപ്പം ഇങ്ങോട്ട് വന്നു. എൻ്റെ കൈ പോസ്റ്റ് തന്നെയാട്ടാ. ഞങ്ങളൊരു പകുതിയൊക്കെ എത്തിയപ്പോൾ സഞ്ജന്റെ കൂട്ടുകാരൻ അവിടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കണ കണ്ടു. അവനും പിടിച്ച് കാറിലേക്ക് ഇട്ടാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അവൻ എത്തിയിട്ടില്ല. 20 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. 20 മിനിറ്റ് ആവണേ തന്നെ ഉള്ളൂ. പക്ഷേ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവനോട് വിളിച്ചപ്പോൾ അവൻ ഒരു 2 മിനിറ്റ് എനിക്ക് താഴെ കൂടെ എത്താണെന്ന് പറഞ്ഞു. സഞ്ജന്റെ കൂട്ടുകാരൻ അവിടെ എത്തിയിട്ടുണ്ട്. വരുന്നു. നടന്നോ അയക്കുക. ഫ്ലൈങ് ചീവീട്. ഞാൻ വിചാരിച്ചതാ മറ്റേ കാടല്ല സോറി കുറച്ച് മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ ആയിരിക്കും എടുക്കണത്. പക്ഷെ ഒരു ബീച്ചിൻ്റെ അടുത്തേക്കാണ് പോണ്. ഐ തിങ്ക് ആദ്യം ബീച്ചിൻ്റെ അവിടെ ആയിരിക്കും ഫോട്ടോസ്. നീ ഇറങ്ങാൻ പോവാണ് അപ്പൊ തന്നെ. എനിക്ക് ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആയിരിക്കണ ഒരു സിറ്റുവേഷനും കൊണ്ട് ഞാൻ ഇറങ്ങണില്ല. നമുക്ക് ഏതൊരു മൂഡിലും വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയല്ല ബീച്ച്. എല്ലാവരുടെ ഫേവറേറ്റ് ആയിരിക്കും. ഇറങ്ങാനായാലും കാണാനായാലും ഈവനിങ് സൺസെറ്റും. എനിക്ക് മെയിനായിട്ട് ഇറങ്ങാനാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോസിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ഈശു പോയി പിന്നില് ബാക്കിയുള്ളവരൊക്കെ മുന്നിൽ പോയി. നടന്ന് എങ്ങോട്ടാടിയാ? ടയർഡായാ? ഒരു കൈയൊടിഞ്ഞ ആളും ഒരു പ്രഗ്നന്റ് ആയ ആളും ഇങ്ങനെ നടക്കുന്നുണ്ട്. എങ്ങോട്ടാന്നറിയാണ്ട് എവിടേക്കാണാവോ? എല്ലാരും സ്പ്ലിറ്റായി നടക്കുന്നുണ്ട് കേട്ടാ. ഒരാളും കൂടി ഉണ്ടല്ലോ. അടുത്ത ആള്. ഇവിടെ ഫോട്ടോ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ട്. എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. വെള്ളത്തിൽ ഇറങ്ങാനും പറ്റില്ല. ചെറിയതൊക്കെ നനച്ചിട്ടത് ഇവിടെ കാലവിടെ
കടലിലേക്ക് നോക്കി നിക്കാന്ന് വെച്ച് കഴിഞ്ഞാ ഫോട്ടോഷൂട്ടൊക്കെ അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ടാ. അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവള് വിചാരിച്ച പോലെ തന്നെ ഫോട്ടോസും കിട്ടി, വീഡിയോസും കിട്ടി. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നല്ല ക്ലൈമറ്റും. 6 മണിക്ക് കഴിഞ്ഞു. ഇനി മഴ കൊള്ളാൻ നിൽക്കില്ല. പനി വന്ന സീനും. അപ്പം അത് കാരണം നമ്മുടെ ഇവിടെ കുറേ പേര് കളിക്കുന്നുണ്ട്. ഡ്രസ്സുണ്ട് കാണാൻ. ബീച്ചിൻ്റെ അവിടെ വൈബ്. ഞാനിന്നാണെങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിക്കുന്നതാണ്. കറി കയറ്റാണോ അറിയില്ല. ബൈ. ഇപ്പൊ ഞങ്ങൾ സ്നേഹതീർത്ഥയ്ക്കൊന്ന് വന്നിട്ടാ. അതാ എനിക്ക് അങ്ങോട്ടും കൂടി പോയിട്ട് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ചായയും ബജ്ജിയും കഴിക്കണം. പിന്നെ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ. അല്ല, ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട്. ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് കപ്പലണ്ടി ബജ്ജി കഴിക്കണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടക്കണം. അപ്പൊ കുറച്ച് നേരം ഇവിടെ സ്നേഹിതരം ബീച്ചിൽ ഇരുന്നിട്ട് പോവാൻ നോക്കുക. അങ്ങോട്ട് കല്ലിപ്പ കൂടെ നടക്കാം. ചിലവരുടെ ഫോട്ടോസ് ഒക്കെ നല്ല ഇതിലൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ക്വൈറ്റ് നാച്ചുറൽ. കാരണം സഞ്ജുവിന്റെ ഫ്രണ്ടാണ്. അപ്പൊ നായനോടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോ പിന്നെ നേരെ സഞ്ജുവിന്റെ ഫോട്ടോസ് എടുക്കണതിലേക്ക് കടന്നു. ആഹാ, നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഉണ്ട്. ഇന്ന് ശനിയാഴ്ച കാരണം നല്ല തിരക്കുണ്ട്. നമുക്കിനി എന്താണ്? നമുക്കിനി ഫുഡ് അടിക്കണം. ഫുഡ് മന്തി ഫസ്റ്റാ. ഇന്ന് മന്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മന്തി ഡേറ്റിലാണ്. ഉപ്പിലിട്ടത് അതിൽ വെള്ളം വന്നു. കുറെ നാളത്തെ ആഗ്രഹമാണ് ഉപ്പിലിട്ട മാങ്ങ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പൈസ കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 5 പീസ്. അത് മതി. ബാക്കി പോയത് അവന്റെ വയലിക്കാണ്. എനിക്ക് വേണ്ടേ? മകളുടെ പേര് ഇവിടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കാം. മകളുടെ പേര് കിട്ടിയിട്ടില്ല. പ്ലിയൂര്. ഓ, ഞാൻ വീഴുന്നു കേട്ടോ പറഞ്ഞപ്പോ. അങ്ങനെ ഈ സ്നേഹതീരത്തൊന്നും നമ്മൾ പോവുകയാണ്. കൊതുവ ഞങ്ങള് ബൂസ്റ്റ് കുടിക്കാൻ നിർത്തിയേക്കുക. കാരണം ഫുഡിന്റെ ഹൃദയം കഴിക്കാന്ന് വെച്ചിട്ടാട്ടോ. അപ്പൊ അവിടെ വരെ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമയില്ല. നമ്മള് മന്തിയാണ് കഴിക്കുന്നത് കേട്ടോ. നെഹദിക്ക് പോയിപ്പോ നല്ല ക്യൂ ആ. അപ്പൊ നമ്മളിപ്പോ അൽറീൻ മന്തിയിലേക്കാണ് വന്നേക്കുന്നത്. അൽറീൻ്റെ അവിടെ എഴുത്തവിടെ അറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കൈവേദന എടുക്കൂ. ഫുഡ് കഴിക്കാണ്ട് കൂടെ പോന്നു കേട്ടോ. അവിടെ മന്തി ഇല്ല, ചിക്കനാണ്. ഞങ്ങൾക്കൊന്നും ചിക്കൻ താല്പര്യമില്ല. അപ്പൊ സൂഫി മന്തിയിലേക്ക് വന്നിരിക്കുക. അപ്പോഴാണ് മുട്ടുക്കൊത്ത തിരക്കും. എത്ര നേരം തിരക്കേണ്ടി വരാനാകും. നെഹദിയിൽ തിരക്കായ കാരണം ഇങ്ങോട്ട് പോന്നു. ഇങ്ങടെ എല്ലാ ട്രെയിനിലേക്കാ പോയത്. നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. ചേച്ചി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് 15 മിനിറ്റ് 20 മിനിറ്റ് എത്ര നേരം വെയിറ്റ് ചെയ്തിരണം. ഞങ്ങള് കുക്കുമ്പർ ആദ്യം കൊണ്ടുവച്ചിട്ടുണ്ട്. കുക്കുമ്പറും മയോണൈസ് എല്ലാവരും അതായത് നമ്മളെ മന്തി കഴിഞ്ഞു. മന്തി കഴിച്ചൊരു പിടി അവിടെ സൈന മോഷ്ടിച്ചിട്ട് കയ്യിലാണ്. രാജായിട്ട് ഇപ്പോഴും അവിടെ നിന്ന് സൂക്ഷ്മതായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മള് സൈന കാണിക്കില്ല. സൈനോട് അപ്പൊ പോവാണ്. ഉറങ്ങാണ്ട് നല്ല ഉറക്ക ക്ഷീണുണ്ട് ഇവർക്ക്. അപ്പൊ അങ്ങനെ അതിന്റെ പിയപ്പോ